ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ട്യൂഷൻ ലാൻസസ് വ്ലോഗ്. എന്തുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നോമ്പ് 3 കേട്ടോ. നോമ്പ് തുടങ്ങിയതേ ഉള്ളൂ, ഇങ്ങനെ പടപടയെ പൊക്കോണ്ടിരിക്കുവാണ്. അപ്പോൾ എന്തായാലും നോമ്പ് തുടങ്ങിയപ്പോൾ മുതൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് നല്ലൊരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടല്ലേ. ഭയങ്കര ചൂടായിരുന്നല്ലോ. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു. പക്ഷേ നോമ്പിൻ്റെ അന്ന് മുതൽ ചെറിയ രീതിയിൽ മഴയും തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ ഏരിയയിലൊക്കെ അങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ തിരുവനന്തപുരമാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല കാലാവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, കുഴപ്പമൊന്നുമില്ല. ഇന്നും ഇപ്പോൾ രാവിലെ നല്ലൊരു ചൂട് കുറവുള്ളൊരു അന്തരീക്ഷം. നോമ്പ് പിടിക്കുന്നവർക്ക് ഓക്കെയാണ് കാലാവസ്ഥയെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് നോമ്പില്ല, അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് വളരെ കാര്യമായിട്ട് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇന്നലെ നോമ്പ് തുറക്കാൻ സമയത്ത് ഞാൻ വിചാരിച്ചു ഒരു കുട്ടി സ്നാക്സ് പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്താണ് പറയാം, തേങ്ങയും പഞ്ചസാരയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ദോശ പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് വെക്കത്തില്ല, ഞാൻ എന്താ പറയുക, പേര് മറന്നുപോയി, എലാഞ്ചി, ആ ഒരു സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് തേങ്ങയും പഞ്ചസാരയും നമ്മുടെ ഈത്തപ്പഴമൊക്കെ ഇട്ടിട്ട് ഞാൻ ഒന്നിങ്ങനെ ചൂടാക്കി ഫ്രൈ ചെയ്യുന്ന പോലെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഫ്രൈ അല്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഗോതമ്പ് മാവായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്, പക്ഷേ മൈദ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മാവൊക്കെ കലക്കി ഉണ്ടാക്കി നോക്കിയപ്പോൾ നമ്മുടെ ബാറ്ററി ശരിയാവാഞ്ഞിട്ടാണോ മാവിൻ്റെ കുഴപ്പം കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, ആ ദോശ കറക്റ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു പാൻ കേക്ക് പോലെ ഉണ്ടാക്കിയിട്ടാണല്ലോ അത് ചെയ്യുന്നത്. അപ്പോൾ അത് ഫ്ലോപ്പായി. അങ്ങനെ ഞാൻ ആ സംഭവം എടുത്ത് മാറ്റി വെച്ചിട്ട് ഇന്നിപ്പോൾ രാവിലെ ഞാൻ വിചാരിച്ചു നമ്മുടെ കോഴിക്കട്ടയൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതുപോലെ അരിമാവിൽ ഫില്ല് ചെയ്തിട്ട് ആ ഒരു സംഭവം ചെയ്തെടുക്കാം. അങ്ങനെ ആ ഒരു ഇതുണ്ടാക്കി വെച്ചേക്കുവാണ്. നേരത്തെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പിള്ളേരെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് സ്നാക്കായിട്ട് കൊടുക്കാമല്ലോ. ഇക്കാർക്ക് ഇതൊന്നും അത്ര താല്പര്യം ഉണ്ടാവത്തില്ല. പിന്നെ കഞ്ഞി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇക്ക ഫുഡ് കഴിക്കാനില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഉള്ളത് കൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ പോകും കേട്ടോ. ഇക്ക ഉണ്ടെങ്കിലാണ് കുറച്ച് കറികളും കാര്യങ്ങളും ഒക്കെ വെക്കാൻ എനിക്ക് ഉത്സാഹം വരുന്നത്. ഇപ്പോൾ എനിക്കും വാപ്പാക്കും മാത്രം മതി. ഇപ്പം ഞാൻ നോമ്പ് പിടിക്കാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്ക് വോമിറ്റിംഗ് ആണ് കേട്ടോ. വിശക്കാൻ പറ്റത്തില്ല, ഭയങ്കരമായിട്ട് ഛർദ്ദിക്കും. അതുകൊണ്ട് എനിക്ക് കുറച്ച് വർഷങ്ങളായിട്ട് നോമ്പെടുക്കാൻ പറ്റാറില്ല. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും കഴിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് കഞ്ഞി വെച്ചു. കഞ്ഞിയാണെങ്കിൽ ഇവിടെ പിള്ളേർക്കും വാപ്പാക്കും ഒക്കെ ഇഷ്ടമാണ്. കഞ്ഞി ഇഷ്ടമില്ലാത്ത ഒരാൾ ഞാനാണ്, പക്ഷേ ഞാനിന്ന് സഹിക്കും, എങ്ങനെയെങ്കിലുമൊക്കെ കുടിക്കും. പിന്നെ ഇന്നലെ മീൻ വാങ്ങിയിട്ട് വന്നിട്ട് ചൂര ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു കഴിക്കാൻ സമയത്ത് എടുത്തിട്ട് പൊരിച്ചെങ്ങാനും കൊടുക്കാമെന്ന്. പിന്നെ വൈകിട്ടത്തെ പരിപാടിയാണല്ലോ ഉള്ളത്. ഇപ്പോൾ നോമ്പായാലും ഇവിടെ ചോറ് മീൻ ഭയങ്കര പാടായിരിക്കും കേട്ടോ. അപ്പോൾ ചോദിക്കും, ഇക്ക മാത്രമല്ലേ, കൈക്കും റൈസിനുമാണ് നോമ്പുള്ളത്, അപ്പം അവരല്ലേ ഉള്ളൂ എന്ന് ചോദിക്കും. എന്താണെന്ന് വെച്ചാലേ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരു നേരം ചോറ് കഴിക്കാനാണ് ഇഷ്ടം, രാത്രി ചോറ് കഴിക്കാൻ ഇഷ്ടമില്ല. പിന്നെ ഒരാൾക്ക് വേണ്ടിയിട്ട് അന്നമ്മയ്ക്കും ചോറ് കഴിക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കണം ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമ്മൾ സ്വാഭാവികമായിട്ടൊരു മടി വരുമല്ലോ, അതാണ് സംഭവം. അപ്പോൾ ഈ കഞ്ഞിയാണെങ്കിൽ എല്ലാവർക്കും പോകും. അപ്പോൾ കഞ്ഞിയും വെച്ച് നമുക്ക് മീനും പിടിക്കാം, എളുപ്പ പരിപാടി. അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല ജോലിയുണ്ട്. വൈകിട്ടത്തേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അത് നല്ലൊരു പണിയാണല്ലോ. ജ്യൂസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നല്ല തിരക്കായിരിക്കും. എന്നാലും പെട്ടെന്ന് ഈ ഒരു നോമ്പ് തീർന്നു പോകും കേട്ടോ. ഞാൻ കുറേ വർഷങ്ങൾ കാത്തിരിക്കുന്ന ഒരു മാസമായിരുന്നു ഈ ഒരു നോമ്പെന്ന് പറയുന്നത്. എന്താണ്, ഇത് അടുപ്പിൽ വെക്കട്ടെ, എന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. ഉമ്മച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു, പിള്ളേർ വരുന്ന നേരമാകുമ്പോൾ വരാം, വീട്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട്. എൻ്റെ സ്കൂട്ടി അവിടെ ഇരിക്കുക. നാളേക്ക് വീട്ടിൽ പോയിട്ട് ഞാൻ ഇക്കാടോടെ വണ്ടിയിലാണ് വന്നത്, സ്കൂട്ടി അവിടെ വെച്ചിട്ട് വന്നു. അപ്പോൾ പോകാനുള്ള മടി കൊണ്ട് ഞാനിങ്ങനെ രണ്ട് മനസ്സിൽ നിൽക്കുകയാണ്. ഇക്കയില്ല. അപ്പം ഞാൻ എന്തായാലും ഇനി ഇവിടെ നിന്ന് ഇറങ്ങി താഴ്ന്ന് ഓട്ടോ വിളിച്ചൊക്കെ പോകണം, അതുകൊണ്ടൊരു മടി. നോക്കട്ടെ. അപ്പോൾ അത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇവിടെ അവിടെയൊക്കെ ആയിട്ട് നടക്കും. എനിക്ക് നല്ല രീതിക്ക് ക്ഷീണമുണ്ട് കേട്ടോ. നോമ്പ് പിടിക്കുന്നവരെക്കാട്ടി കൂടുതൽ ക്ഷീണം എനിക്കുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഉറക്കം ശരിയാവാഞ്ഞിട്ടാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ വെളുപ്പാങ്കാലത്തൊരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അലാറം വെക്കും. സത്യത്തിൽ ഇക്ക ഫുഡ് കഴിക്കുന്നത് 5 മണിക്ക് ശേഷമാണ്.
4:45-4:45 ബാങ്ക് കേൾക്കുന്നതെങ്കിൽ 5 മണിക്കാണ് ആൾ കഴിക്കുന്നത്. പക്ഷേ 4 മണിക്ക് അലാറം വയ്ക്കും. അപ്പോൾ ഇങ്ങനെ അലാറം കേട്ടോണ്ടിരിക്കും. 4:30 ആവും എഴുന്നേൽക്കാം. പക്ഷേ ഉണരും. 4 മണിക്ക് വെക്കണ്ടെന്ന് പറഞ്ഞേക്ക് പറയും. ചിലപ്പോൾ ഉറങ്ങിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ടൈമിലാണ് അലാറം വെച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അപ്പം ഉറക്കം ഡിസ്റ്റർബ് ആവുമല്ലോ. പിന്നെ പോയിട്ട് ഒക്കെ കഴിഞ്ഞ് ഒരു 5:30 ആകുമ്പോഴായിരിക്കും ഞാനൊന്ന് പോയിട്ട് കിടക്കുന്നത്. എന്നിട്ട് 7 മണിയാകുമ്പോൾ എഴുന്നേൽക്കണം. കാരണം പിള്ളേർക്ക് സ്കൂളുണ്ട്. അതുപോലെ തന്നെ രാത്രി എല്ലാമൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കിടക്കുമ്പോൾ ഏതാണ്ട് 12 മണിയാവും. അപ്പോൾ അത്ര നേരത്തെ ഉറക്കം എനിക്ക് കിട്ടുള്ളൂ. അതും ഇങ്ങനെ ഇടവിട്ട് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, തലവേദനയും കാര്യങ്ങളുമൊക്കെ. പകൽ എനിക്ക് കിടന്ന ഉറക്കം വരൽ ഭയങ്കര കുറവാണ് കേട്ടോ. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, എനിക്കിവിടെ വീട്ടിൽ ആളില്ലാന്നുണ്ടെങ്കിൽ, ഇത് ഇക്കായും പിള്ളേരൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് കിടക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ആരെങ്കിലുമൊക്കെ വന്നാലോ വിളിച്ചാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കിടക്കാറില്ല. പിന്നെ ഇക്കായും പിള്ളേരും ഒക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ ജോലിയിലായിരിക്കും. അപ്പോഴും എനിക്ക് കിടന്ന ഉറക്കം വരത്തില്ല. അങ്ങനെ പകൽ കിടക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ട്, എനിക്ക് തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ശരിക്കും ഉറക്കം വരുന്നൊരു ടൈമെന്ന് പറയുന്നത് ഒരു 8 മണി, രാത്രി 8 മണിക്ക് ശേഷം എനിക്ക് നല്ല പോലെ ഉറക്കം വരും കേട്ടോ. നല്ല ടയേർഡാവും ഞാൻ. പക്ഷെ അപ്പം ഞാൻ അത്യാവശ്യം നല്ല ജോലിയിലും ആയിരിക്കും കേട്ടോ. ഫുഡ് ഉണ്ടാക്കലും പിള്ളേരെ പഠിപ്പിക്കലും ഇനിയിപ്പോൾ പരീക്ഷയും കാര്യങ്ങളൊക്കെ ആയി ആ ഒരു തിരക്കിലും ഒക്കെ ആയിരിക്കും. അപ്പോൾ അപ്പോഴും കിടക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് എൻ്റെ ക്ഷീണത്തിൻ്റെ കാരണം. കുറച്ച് നേരത്തെ ഇക്കായെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണ് കറി വെക്കാൻ വാങ്ങിക്കുന്നതെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ 2 മണിയൊക്കെ ആയിട്ട് വരാം, നീ കിടന്ന് ഉറങ്ങിക്കോ എന്നുള്ള കാര്യം. പക്ഷെ നടക്കില്ലല്ലോ. ഇപ്പോൾ എല്ലാവർക്കും വീട്ടിൽ നോമ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് പോയാൽ മതി. കിടന്നൊക്കെ ഉറങ്ങി ഏതെങ്കിലുമൊക്കെ ഒരു സമയം എണീറ്റിട്ട് ഫുഡ് ഉണ്ടാക്കിയാൽ മതി. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ നോമ്പുള്ള ആൾക്കാരും നോമ്പില്ലാത്ത ആൾക്കാരും ഉണ്ട്. പല ടൈമിൽ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളിങ്ങനെ ഓണായിരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ ബുദ്ധിമുട്ടുകൾ. ഉറക്കം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ എന്തോ ഒരു ഭ്രാന്ത് വരുന്ന പോലെയാണ്. ഇപ്പം ഞാൻ കുറേ യൂസ്ഡായി. ഇവിടെ 12 മണിക്ക് കിടന്ന് എനിക്കത് ശീലമായി. അപ്പോൾ നേരത്തെ പോയി കിടന്നിട്ടുണ്ടെങ്കിലും ഭയങ്കര എന്താ പറയുക, നമ്മൾ യൂസ്ഡ് ആവുമല്ലോ ആ ഒരു സംഭവം. ഓക്കെ, പിന്നെന്താ, പണ്ടൊക്കെ നോമ്പ് എന്താ പറയുക, നോമ്പ് പിടിച്ചിട്ട് എവിടെയെങ്കിലും പോയിരുന്നാൽ മതി. സമയം പോണില്ലല്ലോ എന്ന് വാച്ച് നോക്കിയിരിക്കും. സമയം പോകാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാതെ. പക്ഷെ ഇപ്പോൾ എനിക്ക് സമയം തികയാത്ത പോലെ തോന്നും. അത് ചിലപ്പോൾ ജോലിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം, എനിക്ക് നോമ്പില്ലാത്തത് കൊണ്ടായിരിക്കാം. നോമ്പുള്ളപ്പോഴും അങ്ങനെയാണ് കേട്ടോ. നമുക്ക് ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സമയം പോകും, തികയാത്ത പോലെ തോന്നും. ഒരു ജോലിയും ചെയ്യാനില്ല എന്നുണ്ടെങ്കിലാണ് നമുക്കിങ്ങനെ സമയം പോവാത്ത പോലൊരു ഫീൽ വരുന്നത്. ഓക്കെ, നല്ല അന്തരീക്ഷമാണ് കേട്ടോ. ചെറിയൊരു വെയിലും നല്ലൊരു തണുപ്പൊക്കെ ആയിട്ട് കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു, ഞാൻ വീട്ടിൽ ഇരിക്കുന്നുണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പുറത്ത് പോയിട്ട് വരുന്ന ആൾക്കാർക്ക് അതിനെക്കുറിച്ചിട്ട് കൂടുതൽ പറയാൻ പറ്റുള്ളൂ. ഇവിടെ എന്തായാലും നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഈ മാസം അങ്ങനെ പോയി തീരും. പിള്ളേർക്ക് സ്കൂൾ അടയ്ക്കാറായി. 12-ാം തീയതി പരീക്ഷ തുടങ്ങും. ഈ മാസം സ്കൂൾ അടയ്ക്കുമ്പോൾ പള്ളി തുറക്കും. ഈ മാസം ലാസ്റ്റ് വരെ അവർക്ക് എക്സാം ഉണ്ട് കേട്ടോ. ഒരു ദിവസം ഇടവിട്ടൊക്കെ ഉള്ളൂ. അപ്പം ലാസ്റ്റ് വരെ ഉണ്ടാവും. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും പള്ളി തുറക്കുമല്ലോ. ഈ മാസം നോമ്പും കഴിഞ്ഞു, പിന്നെ ഒരു 10 ദിവസം കൂടെ കഴിയുമ്പോൾ പള്ളി തുറക്കും. അതാണ് റൈഹാൻ്റെ അന്നുൻ്റെയും വിഷമം. വീട്ടിൽ പോയി നിൽക്കാൻ പറ്റത്തില്ല. അവരുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഉമ്മച്ചിയുടെ അടുത്ത് പോയി നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നടക്കത്തില്ല. കാരണം ഇനിയിപ്പം സ്കൂൾ അടയ്ക്കുമ്പോൾ പള്ളി തുറക്കും. അപ്പോൾ അത് നടക്കില്ല. ഇടയിലൊരു 1-2 ദിവസമൊക്കെ കൊണ്ട് നിർത്തണം. പാവല്ലേ. റൈഹാനും പക്ഷേ സ്കൂളുണ്ട് കേട്ടോ. അവർക്ക് മാത്സിൻ്റെ ക്ലാസ്സുണ്ട്. അവന് സ്കൂൾ അടവ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവത്തില്ല. രാവിലെ കൊണ്ടാക്കി വിളിച്ചുകൊണ്ട് വരണം. അപ്പോൾ എനിക്കും ഡ്യൂട്ടി ഉണ്ട്. രാവിലെ കൊണ്ടാക്കലും വിളിച്ചുകൊണ്ട് വരലുമായിട്ട് ഞാനും ബിസി ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഈ ഒരു വണ്ടി ഒന്ന് ഓടിച്ച് പഠിക്കണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ നടന്നില്ല കേട്ടോ. പഠിക്കാൻ പോകാമെന്ന് വിചാരിക്കുന്നതല്ലാതെ എനിക്ക് സത്യം പറഞ്ഞാൽ പോയി പഠിക്കാമെന്ന് പറയുന്നത് എനിക്ക് അത്ര അങ്ങോട്ട് താല്പര്യം വരുന്നില്ല. അതാണ് സത്യം. ശരിക്കും അതാണ്. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴേ പോയിട്ടുണ്ടായേനെ. ഇപ്പോൾ എനിക്ക് ഇക്ക എന്നെ പഠിപ്പിച്ച് തന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇക്കയുടെ ജോലിയും പിന്നെ ഇപ്പോൾ നോമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പാടായിരിക്കും. പോയി തന്നെ പഠിക്കേണ്ടി വരും.
നോക്കട്ടെ എപ്പോഴും. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. കുറച്ച് കഥയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ്.